എന്നും എപ്പോഴും നമുക്ക് എല്ലാവർക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ടോപ്പിക്കാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണെന്നുള്ളതും മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണെന്നുള്ളതും. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്നും സ്കൂളിൽ പോകുന്നു വരുന്നു, അതായത് ടീച്ചർ പറയുന്ന എല്ലാം നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ ഒരു ക്ലാസ് റൂം ആണ് ഈ പിക്ചറിൽ കാണുന്നത് എന്ന് വിചാരിക്കാം. ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നോ അത്രത്തോളം ചിലപ്പം ഈ ബെഞ്ചിലുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത്രത്തോളം ചിലപ്പം ഈ മൂന്നാമത്തെ നിരയിൽ നിൽക്കുന്ന ഈ മഞ്ഞ ചുവപ്പ് വേറെ ഏതോ കളറിലുള്ള മുടിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് റൂമിൽ ഓരോ കുട്ടിക്കും പല രീതിക്കാണ് ടീച്ചർ പറയുന്നത് നമുക്ക് ആവുന്നത്. അതേപോലെ തന്നെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബി മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് ഇരുമ്പോ അലൂമിനിയോ പ്ലാസ്റ്റിക്കോ എന്തോ ആവട്ടെ, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് വെക്കുമ്പം ഈ ഒരു മെറ്റീരിയൽ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫിനോമിനെ, ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിനെ പൊതുവെ നമ്മൾ